നമസ്കാരം. ഞാൻ ഡോക്ടർ സായിജി ടോക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം കേരള മനസ്സാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച അല്ലെങ്കിൽ കരയിപ്പിച്ച ഒരു സംഭവ വികാസമുണ്ടായി. ഒരു പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ദാരുണമായി കൊലപ്പെടുത്തിയ ഒരമ്മ. ഈ സമൂഹം ആ വാർത്ത വായിച്ച് വല്ലാതെ വേദനിച്ചു എന്നുള്ളതാണ് സത്യം. ആ വേദനയിൽ നിന്ന് തന്നെയാണ് ഒരു വീഡിയോ ഇതിൽ ചെയ്യാമെന്ന് ഞാനും ഉദ്ദേശിക്കാനുള്ള കാരണം. അമ്മയാണ് അത് ചെയ്തിരിക്കുന്നത്. അമ്മയ്ക്കുള്ള സ്ഥാനം ലോകത്ത് അല്ലെങ്കിൽ ഭാരതീയ സമൂഹത്തിൽ വളരെ വലുതാണ്. അമ്മ എന്നത് പ്രപഞ്ച സത്യമാണ്. ഏത് തെറ്റിന് മാപ്പ് കൊടുക്കുന്ന ഒരു കോടതിയാണ് അമ്മ. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അവൻ്റെ വൈകാരികവും മാനസികവും ശാരീരികവുമായ എല്ലാ തരത്തിലുള്ള വളർച്ചയ്ക്കും പൂർണ്ണമായും അവനെ പ്രാപ്തനാക്കി അവൻ്റെ വ്യക്തിത്വം രൂപാന്തരപ്പെടുത്തി എടുക്കുന്നതിന് അല്ലെങ്കിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിന് പ്രഥമ സ്ഥാനം വഹിക്കുന്നത് അമ്മയാണ്. പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അമ്മയുടെ കാൽച്ചുവട്ടിലാണ് നിൻ്റെ സ്വർഗമെന്ന്. ആസന്നമായ മരണം അടുത്തെത്തിയപ്പോൾ തൻ്റെ പുത്രനെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നിയത് കാരണം ആദിശങ്കരൻ അമ്മയെ കാണാനായി എത്തുന്നു. വളരെ വേദനയോടെ ആദിശങ്കരൻ പറയുന്നു, അമ്മേ, അമ്മ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ, എനിക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ അത് എത്രമാത്രമാണ്. ഞാൻ എന്ത് ചെയ്താലാണ് അതിന് പരിഹാരമാവുക? ഞാൻ ഇത്രയും മുതിർന്നിട്ടും അമ്മ ചെയ്ത ത്യാഗത്തോടൊപ്പം ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നു. ചുരുക്കത്തിൽ ആ അമ്മയ്ക്ക് ആത്മീയമായ പ്രഥമ സ്ഥാനം ആദിശങ്കരൻ കൽപ്പിച്ചു നൽകുന്നു. അമ്മയ്ക്ക് അപ്പുറം മറ്റൊരു ശക്തിയില്ല എന്ന് തന്നെ പറയുന്നു. ഒരു കുഞ്ഞിൻ്റെ കുറവുകളും കുറ്റങ്ങളും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ സ്വീകരിച്ച് നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. എത്രയോ അമ്മമാർ നമുക്കറിയാം ആ കാലത്ത് വളരെ നേരത്തെ തന്നെ അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ വിധവകളായി വരുന്ന അമ്മമാർ പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ മറ്റൊരു വിവാഹത്തിനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അതൊന്നും വേണ്ട, തൻ്റെ കുട്ടിയുടെ സന്തോഷം, തൻ്റെ മക്കളുടെ സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഹോമിച്ചുകൊണ്ട് ജീവിക്കുന്ന അമ്മമാരും നമുക്കറിയാം, ഒരുപാട് അമ്മമാരും. എങ്കിൽ പോലും ഇത്തരം ചില സംഭവ വികാസങ്ങൾ അതിനൊരു അപവാദമായി മാറുന്നു. അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് പൊതുസമൂഹം ചോദിച്ചു തുടങ്ങുന്നു. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സംഭവം നടക്കുന്നതിനും ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ ബാക്കി നിന്നും മറ്റും കിട്ടിയ വായിച്ചും കേട്ടുള്ള അറിവുകൾ ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ കല്യാണിയുടെ അമ്മ ഈ കുട്ടികളെ അല്ലെങ്കിൽ ഈ മോളെ ഐസ്ക്രീമിൽ വിഷം കൊടുത്ത് കൊല്ലുവാൻ വേണ്ടി ശ്രമിച്ചു എന്നും അത് അവളുടെ കുഞ്ഞു ജ്യേഷ്ഠൻ തടഞ്ഞു എന്നും, കല്യാണിയുടെ കുഞ്ഞു ജ്യേഷ്ഠൻ തടഞ്ഞു എന്നും, ആ ചെറുത്തുനിൽപ്പിൻ്റെ ഫലമായി അമ്മയുടെ കോപം തീർത്തത്, ശമിപ്പിച്ചത് ടോർച്ചെടുത്ത് കുട്ടികളുടെ തലയ്ക്ക് അടിച്ചു എന്നുള്ള ഒരു വാർത്ത ഞാൻ വായിക്കാനിടയായി. അവിടെ ഒരു കണക്കിൽ പറഞ്ഞാൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു സാധാരണ രീതിക്ക് പെരുമാറുന്ന ഒരു അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഒരു മനോരോഗി അല്ലെങ്കിൽ പോലും ഒരു മനോരോഗ ലക്ഷണം ആ അമ്മയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തർക്കമറ്റ സംഭവമാണ്. ഞാനിത് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സമൂഹം ഒരിക്കലും ധരിക്കരുത് ഞാൻ അവർക്ക് മനോരോഗം കൊണ്ട് അവർ എറിഞ്ഞതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതാണെന്നോ അവരെ ന്യായീകരിക്കുവാൻ വേണ്ടിയല്ല. അവർ ചെയ്ത തെറ്റിന് തീർച്ചയായും ശിക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു പൊതു താല്പര്യം ഈ സമൂഹത്തിനുള്ളതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. എങ്കിൽ പോലും ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ചില കാര്യങ്ങൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഇത്തരം ചില സ്ഥിതിവിശേഷങ്ങൾ ഒരു പ്രത്യേകതരം ഇമ്പൾസീവ്നെസ് എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ആ ഇമ്പൾസീവ് ഒരു പ്രത്യേക തരത്തിലുള്ള മാനസിക അവസ്ഥയാണ്. ചില ഇമ്പൾസീവ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ വളരെ വൈകാരികമായി അവർ ഇങ്ങനെ പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ എന്തും ഒരു വീണ്ടും വിചാരമില്ലാതെ, ഒരു ബോധമില്ലാതെ, ഒരു തിരിച്ചറിവില്ലാതെ ചെയ്യുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ത്വര അവരിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ വരിമരായികളെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന ഉദാഹരണമായി സാധാരണ ഇൻ്റർമിറ്റൻ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഇതിൽ വരുന്ന സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന മാനസികമായ വൈകല്യങ്ങളൊക്കെ. നമുക്കറിയാം
ഇപ്പോൾ ക്ലപ്റ്റോമാനിയ എന്നൊരവസ്ഥ. വളരെ കാശും അല്ലെങ്കിൽ നല്ല സൗഭാഗ്യവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ പിന്നെ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഒരു പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക സാധനങ്ങൾ, അന്യരുടെ ചില സാധനങ്ങൾ കണ്ടാൽ പിന്നെ അത് എന്തു പറയാൻ, മോഷ്ടിക്കുവാനുള്ള അത് മോഷ്ടിക്കുവാനുള്ള അല്ലെങ്കിൽ അടിച്ചു മാറ്റുവാൻ എന്ന ഒരു പ്രവണത, അത് യഥാർത്ഥത്തിൽ അവർക്കതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥിതി നമ്മൾ സാധാരണയായി കണ്ടുവരുന്നതാണ് പൈറോമേനിയ എന്ന് പറയുന്ന മറ്റൊരവസ്ഥ. ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കുറച്ച് സാധനങ്ങളെടുത്ത് തീയിട്ട് അത് നശിക്കുന്നത്, അല്ലെങ്കിൽ ആ തീയിട്ട് കാണുന്ന ആ തീയുടെ സാന്നിധ്യം കാണുമ്പോൾ അവർക്ക് മാനസികമായ ചില സന്തോഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ സന്തോഷം ഉണ്ടാകുമ്പോൾ ഇത് ഒരു പക്ഷേ ഇൻറ്റൻഷനായിട്ട് ചെയ്യുന്നുവെങ്കിൽ പോലും ഇത് മറ്റൊരു തരത്തിലുള്ള വെഞ്ചിയൻസോ ഒരു ദുരുദ്ദേശമോ അല്ലെങ്കിൽ വേറെ ഒരാളെ നശിപ്പിക്കണമെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യുന്നതല്ല. അവർ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആനന്ദം കണ്ടെത്തൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവനവൻ്റെ തലമുടി തന്നെ പിഴുതുമാറ്റുന്ന ഒരുതരം അവസ്ഥ. ഇങ്ങനെ പല തരത്തിലുള്ള ഇമ്പൾസീവ്നെസ്, വളരെ ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒന്ന് എടുത്ത് ചാടാനുള്ള ഒരു സ്ഥിതി, ഇത്തരം ഒരുപാട് തരത്തിലുള്ള മാനിയ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഇമ്പൾസീവ്നെസ്, എന്തും ഏതും ചെയ്യാനുള്ള ഒരു ത്വര, വീണ്ടും വിചാരമില്ലാതെ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്കുണ്ട് എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയാൻ നമ്മൾ വൈകിപ്പോകുന്നു എന്നുള്ളത് മറ്റൊരു സത്യം കൂടെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് ഈ വാർത്തയിലൂടെ നമ്മൾ കടന്നുമ്പോൾ മറ്റൊരു വാർത്ത നമ്മൾ ഇന്ന് കേൾക്കാനിടയായത്, ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഒരിക്കലും തൻ്റെ കുട്ടിയെ കൂടുതൽ ലാളിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ തൻ്റെ കുട്ടി മറ്റുള്ളവർ കൂടുതൽ, ഭർത്താവിൻ്റെ വീട്ടുകാർ കൂടുതൽ സ്നേഹിക്കുന്നു, ലാളിക്കുന്നു എന്നും അതിൽ ഒരുതരം അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇതും ഒരുതരം മാനസിക അവസ്ഥയാണ്. ഇതിന് നർസിസം എന്ന് പറയും. ഈ നർസിസത്തിനകത്ത് തന്നെക്കാൾ ഉപരിയായി മറ്റൊരാൾ സ്നേഹിക്കപ്പെടാൻ പാടില്ലെന്നും താനാണ് സുപ്പീരിയറായിട്ടുള്ള അല്ലെങ്കിൽ മേൽക്കൈയുള്ള ഒരാളാണെന്നും, അല്ലെങ്കിൽ തന്നോടൊപ്പം മറ്റൊരാൾ സ്നേഹിക്കുന്ന, അതിപ്പോൾ തന്നെ കുട്ടിയാണെങ്കിൽ പോലും സ്നേഹിക്കുന്ന ഒരു സ്ഥിതി കാണുമ്പോൾ അത് സഹിക്കുവാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷം, പിന്നെ അത് ഉൾക്കൊള്ളാൻ വയ്യാത്ത ഒരു സ്ഥിതി വിശേഷം, അതിൽ നിന്ന് ഒരു അസൂയ പോലെ അത് ഉടലെടുത്ത് അതിനെ നശിപ്പിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കുന്നു. എന്തായാലും ഈ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ അവരൊരു മനോരോഗിയാണെന്നോ വരുത്തി തീർക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അപഗ്രഥനമല്ല ഇന്ന് നമ്മളെ വീഡിയോയുടെ ലക്ഷ്യം. ഇത്തരം ചില അവസ്ഥകൾ നമുക്ക് സമൂഹത്തിൽ ചുറ്റുമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലിനും ഒരു തിരിച്ചറിവിലേക്കും വേണ്ടി മാത്രമാണ്. അത് അമ്മയ്ക്ക് പോലും വൈകല്യങ്ങളുണ്ടെങ്കിൽ ഇത്തരം തരത്തിൽ ചിന്തിക്കാൻ കഴിയും അല്ലെങ്കിൽ സാധിക്കുമെന്നുള്ള അത് ഒന്ന് പറയുവാനാണ് ഞാൻ ഈ ഉദ്യമം ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇതിനകത്ത് വളരെ എടുത്തു പറയാനുള്ള മറ്റൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും സ്ത്രീകളിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നു എന്നുള്ളതാണ്. കാരണം ഒരു കുടുംബം വളരെ ഐക്യമായും ചിട്ടയായും നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് ആയ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം സ്ത്രീക്ക് വളരെ വലുതാണ് എന്നൊരു പൊതുബോധം നമ്മളെ സമൂഹത്തിനുണ്ട്. സമൂഹത്തിനുള്ള സ്ഥിതിക്ക് തന്നെ നമ്മൾ പലപ്പോഴും ഇത് തിരിച്ചറിയുന്നില്ല. ഇനി അഥവാ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് എങ്കിൽ തന്നെ ഇവരും ഇത് പുറത്ത് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ തൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ മക്കളുടെ, തൻ്റെ ബന്ധുക്കളുടെ അംഗീകാരം നഷ്ടപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു സംശയം ഒന്ന്. രണ്ട്, താനൊരു മനോരോഗിയായി ചിത്രീകരിക്കപ്പെടുമോ എന്നുള്ള വ്യാകുലതയും ഇവരെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തു തന്നെയാണെങ്കിലും വളരെ ദുഃഖകരമായ ഒരു സംഭവം, ഒരു സ്ഥിതിവിശേഷവുമായി പോയി. ഇത് ഇന്നിപ്പോൾ നിങ്ങളോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളിലോ സ്വന്തക്കാരിലോ നമുക്കറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ തരത്തിലുള്ള, ഞാൻ ഈ വിശേഷിപ്പിച്ച തരത്തിലുള്ള ഇമ്പൾസീവ്നെസ്സോ അല്ലെങ്കിൽ ഈ നർസിസം പോലുള്ള അവസ്ഥകളുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാൻ ഒരു പക്ഷേ എൻ്റെ ഈ സംസാരം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു വ്യക്തിക്കെങ്കിലും സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് തന്നെ വളരെ ധന്യമായ ഒരു കാര്യമായി ഞാൻ ചിന്തിക്കുന്നു. തീർച്ചയായും ഈ അവസരത്തിൽ എന്ത് പറയാൻ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അതിനോടൊപ്പം ഇനി ഒരു ദുരന്തം ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. ഇത്തരം
കുഞ്ഞു കല്യാണിമാർ ഇനി ആവർത്തിക്കപ്പെടരുത്, കുഞ്ഞു കല്യാണി ഈ ദുരന്തം ഇതുപോലെ ഒരു ദുരന്തം ഇനി വരരുത് എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുവാനും ചിന്തിക്കുവാനും കഴിയൂ. എന്തായാലും ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് കടന്നുപോയ അല്ലെങ്കിൽ മരണത്തിൻ്റെ ഇതിലേക്ക് വലിച്ചെറിയപ്പെട്ട ആ കുഞ്ഞു കല്യാണിയുടെ ഓർമ്മകൾ കണ്ണീർ പ്രണാമം അർപ്പിക്കാൻ മാത്രമേ ഈ അവസരത്തിൽ സാധിക്കൂ. നന്ദി, നമസ്കാരം, താങ്ക് യു.